നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഹൈറേഞ്ച് പ്രദേശത്ത് ഒരു BJP മണം അടിക്കുന്നുണ്ട്. BJP നേതാക്കന്മാരൊക്കെ അവിടെ കറങ്ങിത്തിരിയുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആ സമയം മുതൽ തന്നെ അവിടെ ഹൈറേഞ്ചിൽ CPM-നകത്ത് ചിലർ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ അങ്ങനെ നിൽക്കുകയാണ്. മറുകണ്ട എപ്പോൾ വേണമെങ്കിലും ചാടാവുന്ന സ്ഥിതിയിലും അവിടെ സംഭവിച്ചിരിക്കുന്നത് S. രാജേന്ദ്രന് 2021 സീറ്റ് നൽകിയില്ല. അതോടുകൂടി പാർട്ടിക്കകത്ത് കലഹം ഉടലെടുത്തു. അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് MM മണി തന്നെയാണ്. ഈ ഹൈറേഞ്ച് മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് MM മണി. മറ്റാരെയും തന്നെ തലപൊക്കാൻ അനുവദിക്കുകയുമില്ല. ഈ സാഹചര്യത്തിലാണ്, അങ്ങനെ കലഹിച്ച് നിൽക്കുമ്പോഴാണ് രാജേന്ദ്രൻ്റെ അടുക്കലേക്ക് BJP നേതാക്കൾ വീട്ടിലെത്തി BJPയിലേക്ക് പ്രവേശനം സംബന്ധിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത് സംസാരം നേരത്തെ നമ്മൾ EP ജയരാജൻ്റെ കഥ പറഞ്ഞതുപോലെ 90% പോലെ തന്നെ അവിടെയും ഏതാണ്ടൊരു 95% തീർപ്പിലെത്തിയതാണ്. പക്ഷേ അവിടെ ചില പദവികളുടെ കാര്യത്തിലുള്ള അല്പസ്വല്പം വർത്തമാനം ശരിയാകാത്തത് കൊണ്ട് രാജേന്ദ്രൻ അങ്ങ് പിന്മാറുകയാണ് ചെയ്തത്. EP ജയരാജൻ അങ്ങനെയല്ല. EP ജയരാജന് 90% കാര്യങ്ങൾ ഉറച്ചു എങ്കിൽ 10% അതിനിടയ്ക്കാണ് കണ്ണൂരിൽ നിന്ന് ഫോൺ വരുന്നു. ആകെ അദ്ദേഹം ഈ ശരീരപ്രകൃതം പോലെ അല്ലല്ലോ, വളരെ ചെറുപ്പമാണ്. അങ്ങനെയുള്ള അദ്ദേഹം ഭയന്ന് നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM അടിച്ചൊതുക്കുകയാണ് എന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. കാരണം ഈ തമിഴ് വംശജർ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് ദേവികുളം, മൂന്നാർ ഭാഗങ്ങളിൽ. അവിടെ രാജേന്ദ്രൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നതും വളരെ വലുതാണ്. അവിടെ ദേവികുളത്തെ MLA പരാജയപ്പെടുത്താനുള്ള ശ്രമമൊക്കെ രാജേന്ദ്രൻ നടത്തി എന്നും പാർട്ടി അദ്ദേഹത്തിന് മേൽ കുറ്റം ആരോപിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടിയുമായിട്ട് എല്ലാ തരത്തിലും അകന്നു നിൽക്കുന്നത് കൊണ്ടാണ് BJPയിലുള്ള ഒരു രംഗപ്രവേശനത്തിന് സാധ്യത കണ്ടത്. ഇപ്പോൾ രാജേന്ദ്രൻ അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പലരും ഒരു നല്ല അണികളിൽ നല്ലൊരു പങ്കും അദ്ദേഹത്തിനോടൊപ്പം പോകാനുള്ള സാധ്യത പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM അടിച്ചൊതുക്കുന്നു എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടസംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ആക്രമണം. കൊരണ്ടിക്കാട്ടിൽ 17കാരിക്ക് മർദ്ദനമേറ്റത് ഇത്തരത്തിലുള്ള ഗുണ്ടാസംഘത്തിൻ്റെ ആക്രമണമാണെന്നാണ് പറയുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിയുടെ അറിവോടെയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ വീട്ടിലാണ് ഈ കൊട്ടേഷൻ സംഘം തങ്ങിയത് എന്നും പറയുന്നുണ്ട്. അടിച്ചൊതുക്കാനാണ് പാർട്ടിയുടെ പരിശ്രമം. 3 ഇടങ്ങളിൽ തന്നെ അനുകൂലിക്കുന്നവരെ മർദ്ദിച്ചിട്ടുണ്ട് എന്നും രാജേന്ദ്രൻ പറയുന്നുണ്ട്. ഉപദ്രവിക്കരുത് എന്നാണ് താൻ നേതാക്കളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തൻ്റെ ഭാര്യയെ പോലും കേസിൽ പെടുത്തിയിട്ടുണ്ട്. കുറച്ച് അടി കൂടി നടക്കട്ടെ എന്ന് അന്നേരം BJP പോകണമോ എന്ന് ആലോചിക്കാം എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിന് വില കൊടുക്കുന്നവരായിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നടക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അടിച്ചൊതുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിയായി പോകില്ല. തമിഴ്നാട്ടുകാർ തമ്മിൽ അടിച്ചു തീർക്കട്ടെ എന്നാണ് പോലീസിൻ്റെ നിലപാടെന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. എന്തായാലും ഒരു സമയത്ത് ഇദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്ന് വാർത്ത ശക്തിപ്പെട്ടു വന്നതാണ്. പക്ഷേ അതിൽ നിന്നൊരു പിന്മാറ്റം നടത്തി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ഹൈറേഞ്ചിൽ CPM അണികളിലുണ്ടാക്കുന്ന വലിയ ഒരു വിള്ളൽ തന്നെയായിരിക്കും. രാജേന്ദ്രനോടൊപ്പം ശക്തമായ തരത്തിൽ അണികളും നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്.